നമ്മുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതിനായി എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. ഒന്നാമതായി ആ കാര്യം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾ അത് നേടിയതായി തന്നെ കരുതി മുന്നോട്ട് പോവുക. നമ്മൾ എത്രയൊക്കെ നേടിയെന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സ് ചോദിക്കും, അത് സാധിച്ചില്ലല്ലോ എന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ വരുതിയിലാക്കണം. മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മൾ കരുതുന്നതിലുമൊക്കെ അപ്പുറം ശക്തിയുണ്ട് മനുഷ്യ മനസ്സിന്. എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവും എന്ന് കരുതി എപ്പോഴും മനസ്സിൽ സ്വയം കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരെ പഴിചാരിയും കൊണ്ടിരുന്നാൽ ഇതൊക്കെ മാറുമോ? ഇല്ല. നമ്മൾ എന്തൊക്കെയാണോ മനസ്സിലെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങൾക്കും പകരം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായും മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുക. എല്ലാവരോടും എപ്പോഴും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സംസാരിച്ച് എൻഗേജ്ഡായി ഇരിക്കുക. അപ്പോൾ മനസ്സിലും ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായി കാണാം. ദിവസവും ചെറിയ രീതിയിലെങ്കിലും മെഡിറ്റേഷൻ ശീലിക്കുക. 5-10 മിനിറ്റ് മതി. ആദ്യമൊക്കെ ഒരു 2 മിനിറ്റ് നേരമൊക്കെ ചെയ്ത് ശീലിക്കുക. രാവിലെയാണ് ഏറ്റവും നല്ലത്. ആ സമയം വളരെ സൈലൻ്റ് ആയിരിക്കും. നട്ടെല്ല് നിവർത്തി കണ്ണുകളടച്ച് ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് ഇരിക്കുക. ഒരു 10 മിനിറ്റ് മതി. മനസ്സിന് നല്ല സുഖം കിട്ടും. ഇങ്ങനെയൊക്കെ മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്രയൊക്കെ പറയുന്നതിനേക്കാളും ഫലം നൽകും എഴുതുന്നത്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക. മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യം ദിവസവും ഒരു പുസ്തകത്തിൽ 33 പ്രാവശ്യം എഴുതുക. ഇത് 3 ദിവസം തുടരുക. പിന്നീട് വിട്ടുകളയുക. നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായും അതിന് നന്ദിയും പറഞ്ഞാണ് എഴുതേണ്ടത്. എഴുതുമ്പോൾ മനസ്സിൽ അത് പെട്ടെന്ന് പതിയും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതായും കാണാം. അടുത്തതായി നന്ദി പറയാൻ ശീലിക്കുക. ദിവസവും ഭഗവാനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക. നന്ദി പറയുന്നത് ശീലമാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഇത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങളിത് ശീലമാക്കി നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. മറ്റൊരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടത്? നമുക്കുള്ള ഓരോ ചെറിയ കാര്യങ്ങൾക്കും വരെ നന്ദി പറയാം. നമ്മുടെ കാഴ്ചശക്തിക്ക്, കൈകാലുകൾക്ക്, ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കാൻ പറ്റുന്നതിന്, സ്വന്തമായി എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നന്ദി പറയുക. ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.